morning. Good morning, guys. Have a nice day. ഇന്നെന്താണ് സ്പെഷ്യലായിട്ട് എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു ഗുഡ് മോർണിംഗും ഒക്കെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. മുടിയൊക്കെ ആകെ അലമ്പ് കോല അയച്ചിട്ടാള്. എഴുന്നേൽക്കുമ്പോൾ ആരും സുന്ദരിയായിട്ട് എഴുന്നേൽക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം ഇന്നെന്താണ് സ്പെഷ്യലായിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ, മോള് കിടന്നുറങ്ങുന്നുണ്ട്. വെരി സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ആരും എഴുന്നേറ്റിട്ടില്ല. This is not my Koilandi house. This is my house. സോഫയിൽ ഒന്നല്ല, രണ്ട് ചെകുത്താന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നെൻ്റെ ചെകുത്താനും ഒന്നെൻ്റെ ചേച്ചിയുടെ ചെകുത്താനും. പിള്ളേരെയൊക്കെ ചെകുത്താനെന്ന് വിളിക്കുന്ന ഇന്നെ വേണം തല്ലാനും എന്ന് പറയും. എൻ്റെ കർത്താവേ, മോനെ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? പറ്റുന്നില്ല. എൻ്റെ കർത്താവ്, സോറിയടാ. അങ്ങനെയാണ് എഴുന്നേറ്റ് വന്നു. ഡോണ്ട കിടക്കുന്നുണ്ട് കാറ്. എല്ലാം കൂടി മഞ്ഞ് വീണിട്ട് ഊട്ടിയിലൊക്കെ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇച്ചാതി മഞ്ഞുണ്ട്. നന്നായിട്ട് വെള്ളമായി കിടക്കുക. അപ്പം നോക്കിയാൽ രാത്രിയത്തെ തണുപ്പ് എങ്ങനെയായിരിക്കുമെന്ന്. എൻ്റെ ആർട്ടിസ്റ്റ് എംബ്ലോ വണ്ടി ഇപ്പം ഞാൻ കഴിക്കിയതുപോലെ ഇല്ലേ. അമ്മാതിരി തണുപ്പാടെ കൂടാ. ഇവിടെ AC-ൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അമ്മാതിരി തണുപ്പെന്ന് വെച്ചാൽ അമ്മാതിരി തണുപ്പ്. ക്യാമറ ഒന്ന് തുടച്ചാൽ കേട്ടോ. അപ്പം ക്ലാരിറ്റി ആയില്ല. കിഴക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോകുന്നതല്ല, അപ്പോൾ ക്ലാരിറ്റി കുറവാണ്. അപ്പം ഞാൻ എന്തിനാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടിട്ടുള്ള വീഡിയോ എടുത്തതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ലസിത പാലക്കലിൻ്റെയും മറ്റേ പ്രിയയുടെയൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ വീട്ടിൽ നിന്നെന്തോ അടിച്ചിറക്കിയെന്നും ഇവിടെ ഏതോ ജനാലച്ചില്ലൊക്കെ ഞാൻ തല്ലിപ്പൊട്ടിച്ചെന്നും ഒരു ജനാലതാ അതിലേതാ പൊട്ടിച്ചെന്നുള്ള എനിക്കറിഞ്ഞൂടാ. എൻ്റെ നോട്ടം മുഴുവനോന്തി ആ കാണുന്ന പപ്പായൻ്റെ മുകളിലേക്കാ. ഇത്ര വലുതാന്നറിയാം, വലിയ മൊത്തം പോലെയുള്ള പപ്പായ. ഒന്നൊന്ന് ഞാൻ ഒടിക്കും, ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മൂത്തതാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഒടിക്കും. അപ്പം എന്നിട്ട് സംഭവം എന്താ വെച്ചാൽ, നോമിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും നോമിൻ്റെ ഡാഡീനെ ഞാൻ തല്ലിയെന്നും അരുണിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നും ഒക്കെയുള്ള ന്യൂസുകളാണ് അടിച്ചിറക്കിയത്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ഇവർക്കൊക്കെ കണ്ടന്റ് ഇല്ലെങ്കിൽ കണ്ടം കൊത്താൻ പോയിക്കൂടെ? ഇവിടെയൊക്കെ മുറ്റത്ത് നിറയെ പുല്ല. ഞാൻ വാപ്പിനോട് ചോദിച്ചു, വാപ്പി അന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചൊന്ന് റെഡിയാക്കിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോവും. ഇവിടെ അമ്മാതിരി തണുത്ത ഏരിയ, മഞ്ഞ് വീകുന്നത് കൊണ്ട് പിന്നെ അമ്മ അങ്ങനെ മുറ്റടിച്ച് കയറാറൊന്നുമില്ല.
അപ്പോൾ നിൻ്റെ ഉമ്മക്ക് ഭയങ്കര ജാടയാണ് എന്ന് പറയുകയും ചെയ്യണ്ട കേട്ടോ. ഉമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഉമ്മക്ക് പൊടിയൊന്നും പറ്റൂല, അതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് കമ്മലൊന്ന് മാറ്റിയിടണം. ഉമ്മാൻ്റെ കമ്മൽ ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്, വേറെ ഒന്ന് അതിടണം. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ടിട്ടുള്ള വീഡിയോ അങ്ങനെ എടുത്തതാട്ടോ. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ഇട്ടിട്ടില്ല, ഉമ്മയും വാപ്പയും എഴുന്നേറ്റിട്ടില്ല. അവർ ഇവിടെ എല്ലാവരും എന്തിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള വീട്ടിലുള്ളവരോ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും ഉള്ളവരൊന്നും എഴുന്നേറ്റില്ല. ഇവിടെ എല്ലാവരും എഴുന്നേക്കാൻ 8 മണിയാവും. പക്ഷെ പുലർച്ചെ എല്ലാവരും എഴുന്നേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നതാട്ടോ. ആ ഒരു കാര്യം നമ്മൾ എടുത്തു വെച്ച് പറയണം. അവരവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ആൾക്കാരാണ്. ആ വിശ്വാസങ്ങൾ ഒക്കെ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ എഴുന്നേറ്റാൽ മതി. ഓ എന്ത് തണുപ്പാണെന്നറിയോ. ഞാൻ തണുപ്പ് മുൻകൂട്ടി കണ്ടിട്ട് ഫുൾ സ്ലീവൊക്കെ ഞാൻ മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മക്കളൊക്കെ ഫാനിട്ട് കിടക്കുക. ഞാനാണ് എൻ്റെ റൂമിൽ മറ്റേ റിമോട്ടിൻ്റെ ഫാനാണുള്ളത്. ഇതിൻ്റെ റിമോട്ട് എവിടെയാണെന്നുള്ളതും പിടുത്തം കിട്ടുന്നില്ല. ഇതെങ്ങനെ സ്പീഡ് കുറയ്ക്കും എന്നുള്ളതും പിടുത്തം കിട്ടുന്നില്ല. ഒടുക്കം ബ്ലാങ്കറ്റ് എടുത്തിട്ട് ഒരു പുതയ്ക്കൽ ഒതിച്ചു എന്നല്ലാതെ ഗൈസ് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. ഞാൻ മോളൂടിയാണ് കിടന്ന. മോനുണ്ടായി, ഓന് എവിടെ ഓലെടുത്ത റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ട് വളരെ റെയറായിട്ടേ വരാറുള്ളൂ. ഒന്നാമത് എനിക്ക് സമയമില്ല. ഇന്നെ ഫോട്ടോ കൊറിയർ അയക്കാറുണ്ട്. എന്നിട്ട് ചേട്ടൻ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ മൈഗ്രെയിൻ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന് അയക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് പോയിട്ട് അയക്കാം, ഇല്ലാച്ചാൽ നാളെ അയച്ചാൽ മതിയെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചതാണ്. അവിടെ പോയിട്ട് എന്താക്കാനാ. പക്ഷെ വരയ്ക്കാനുണ്ട്, അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇനിയെല്ലാം 2026 തൊട്ടിട്ടേ ഞാൻ വരയ്ക്കുന്നുള്ളൂ. ഞാനത് ഉറപ്പിച്ചതാണ്. 25-ലത്തെ ലാസ്റ്റത്തെ ഫോട്ടോ ആണ് ഞാനത് വരയ്ക്കുന്നത്. ഞാൻ ഉറപ്പിച്ച സംഭവമായിരുന്നു. ചിലപ്പോൾ ചിലപ്പോൾ 26-ലൊക്കെ ആണെങ്കിലും ഞാൻ JS ഏതാണോ ഇയർ ആ ഇയറും കൊടുക്കാറുണ്ട്. അപ്പോൾ 2026-ലത്തെ ഇയർ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഫോട്ടോ വരച്ചിട്ടില്ല, വരയ്ക്കണം. അപ്പം അങ്ങനെയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറയാണ്, ഹാവ് എ നൈസ് ഡേ പറയാണ്. വേറൊരു സന്തോഷവും കൂടി, ഞാൻ എന്നെക്കുറിച്ചും വാപ്പാനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പരദൂഷണം പറഞ്ഞു തന്ന ആളാണ് ഞങ്ങൾക്ക് കയ്യോടെ പൊക്കാൻ ഇന്നലെ പറ്റി. അതുകൊണ്ട് അവരുടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അവരവിടെ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ല വെച്ചാൽ റോഡ് കെട്ടി അടച്ചാളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പ്രൈവറ്റ് റോഡല്ല, ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് കെട്ടി അടയ്ക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. 4 അടി വീതി ഇട്ട് കൊടുത്താൽ മതി. ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി ഇട്ട് കൊടുത്ത് ബാക്കി നമുക്ക് കെട്ടിയടയ്ക്കാവുന്നതാണ്. അതെൻ്റെ വാപ്പയുടെ സ്ഥലമാണ്, വാപ്പയുടെ പേരിലാണ് ഇപ്പോഴും ഉള്ളത്. ആർക്കും അത് പഞ്ചായത്തിനോ ആർക്കും അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പിലത്തെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഞ്ചായത്തിന് എഴുതി കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്, നമുക്ക് റോഡ് ടാറിങ് ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് അപ്പോൾ അത് ചെയ്യാതിരുന്നത് നന്നായിക്ക്. കാരണം നമുക്ക് പാര വെക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ സുഖിച്ച് ജീവിക്കുമ്പം അത് നടപ്പുള്ള കേസല്ല. അപ്പോൾ അവരൊക്കെ വണ്ടി കൊണ്ടുവരാൻ എന്താക്കും എന്ന് എനിക്കൊന്ന് നോക്കണം. ഭയങ്കര ദുഷ്ട മനസ്സാണെന്ന് വിചാരിക്കും നിങ്ങൾ. അങ്ങനെയല്ല, മാതാപിതാക്കളെക്കുറിച്ച് മോശമായിട്ട് പറയാൻ നിൽക്കരുത്. അതിനുള്ളത് അവർക്ക് കിട്ടുക ചെയ്യണം. അത് കണ്ണന് സ്പോട്ടിന് എനിക്ക് കാണിച്ചു തന്നു. അതെന്താണെന്നറിയോ, എൻ്റെ വീട്ടിൽ കാറ് കണ്ടപ്പം ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞ് ലസിത പാലക്കലിന് ഫോട്ടോ എടുത്ത് പാസ് ചെയ്തതാണ്. അപ്പോൾ നേരെ മുമ്പത്തെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വീട്ടിൽ ആൾക്കാർ വന്ന് മുട്ടുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട് മൂപ്പത്തി തന്നെ അത്രമേൽ റിസ്ക് എടുത്തിട്ടെടുത്തൊരു അയച്ച ഫോട്ടോ ആണ്. പക്ഷേ തൊട്ട് താഴെ വീട്ടിലും ഉണ്ടായിരുന്നു ക്യാമറ. ആളെ നമുക്ക് ക്ലിയറായിട്ട് കാണാനും കുടുങ്ങാനും ഒക്കെ പറ്റി.
നമുക്ക് വേണമെങ്കിൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കാം. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവരവിടുന്ന് പറഞ്ഞേക്കുക, അവർ വേറെ എവിടെയെങ്കിലും വീട് നോക്കട്ടെ, അതാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ പറഞ്ഞിട്ട് ജലദോഷം പിടിച്ചിരിക്കും. ഒറ്റ ദിവസം ഇവിടെ നിന്നപ്പോഴേക്ക് എനിക്കിത് ജലദോഷം. അപ്പോൾ ഇവിടുത്തുകാരെ കാര്യം, ഞാൻ 16 വർഷം ഇവിടെ ആയിരുന്നല്ലോ, 17 വർഷം ഞാൻ ഇവിടെ ആയിരുന്നല്ലോ ജനിച്ച് വളർന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മാമ്മ അടിച്ചു വാരിയിട്ട് അപ്പം സ്പോട്ട് തന്നെ തീയിടുമായിരുന്നു. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ആ തീയുടെ അടുത്ത് പോയി കുത്തിരിക്കലായിരുന്നു, ഈ തണുപ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ തണുപ്പ്, ഇവിടെയൊക്കെ തണുപ്പാണെങ്കിൽ ഇവിടുന്ന് വയനാട് ചുരത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അവിടത്തേക്ക് അവസ്ഥ എന്തായിരിക്കും ഗൈസ്, ഓർത്തുകൂടാ. എന്നിട്ട് ഇപ്പം ആരെങ്കിലും എവിടെയെങ്കിലും തീയിട്ടിട്ടുണ്ടായിരുന്നേ, ഒന്നും വേണ്ട, പൊറക്കന്നെ തീയിട്ടാതെ കഴിഞ്ഞില്ലേ ചൂട് കിട്ടാൻ. ഓഹോ എടുക്കാൻ പറ്റാത്ത തണുപ്പ്. അപ്പം അങ്ങനെ എന്നിട്ട് അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.